ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ബാംഗ്ലൂരാണ് ഉള്ളത്. മാത്രമല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിച്ചു. ഇന്ന് ഞങ്ങൾ എൻ്റെ കോളേജ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. PG അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞാൻ കോളേജിൽ കാണാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൾ രാവിലെ എണീച്ച് പത്രമൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനും 2 പേജൊക്കെ അങ്ങ് മറിച്ച് നോക്കാമെന്ന്. ഡിപ്ലോമാറ്റിക് ന്യൂസ് പേപ്പർ പഠിക്കാതെ ഇപ്പിടുക. അതിനുശേഷം ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. വെറുതെ വേറൊന്നുമില്ല, കുറച്ച് ഗോസിപ്പും പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും. അതുമാത്രമല്ല ഇൻസ്റ്റയിലൊക്കെ ഏത് സെലിബ്രിറ്റിക്കാണ് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതെന്നൊക്കെ വെറുതെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യമില്ല, വെറുതെ സമയം നോക്കിയുണ്ട്. ചില സമയത്ത് നമ്മളിങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷനിലോട്ടൊക്കെ പോകാറുണ്ട്. എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ? എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? പഠിക്കുന്ന സർട്ടിഫിക്കറ്റ്സിനൊന്നും വാല്യൂ ഇല്ലേ? അതില്ലേ ഇതില്ലേ? ഇനി എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പറയാറുണ്ട്. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി. അപ്പോൾ അവളും അവിടെ എവിടെയൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം ഒരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ നടത്തിയില്ലെങ്കിൽ പിന്നെ സമാധാനം വരില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ ചെയ്തു. എങ്ങനെയാണ്, ഓക്കെ ആണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ അമ്മ നല്ല ഫുഡാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് ഇന്ന് ഫുള്ള് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബസ് കയറി മെജസ്റ്റിക്കിലോട്ട്. ഞങ്ങൾക്ക് ഇന്ന് കുറേ പോകാനുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ കോളേജ് കുറച്ച് ഉള്ളിലാണ്, അതുകൊണ്ട് ബസ്സിൽ കുറേ നേരം ഇരുന്നിട്ട് പോകാനുണ്ട്. മാത്രമല്ല മെട്രോ അങ്ങോട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ബാംഗ്ലൂരാണ്, ട്രാഫിക്കാണ്, കുറേ നേരം എടുത്തെടുത്ത് അങ്ങനെ ഞങ്ങൾ മെജസ്റ്റിക് എത്തി ഗൈസ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ബസ്സുള്ളിടത്തോട്ട് നടക്കുകയാണ്. ഇതാണ് ഗൈസ് മെജസ്റ്റിക് എന്നും റഷായിരിക്കും, അത് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അതിന് ശേഷമാണ് വന്നത്. അപ്പോൾ അവളുള്ളത് എനിക്ക് വളരെ ഒരു സഹായമായിരുന്നു. എനിക്ക് ഈ ബസ് നമ്പറൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറുകയാണ് ഗൈസ്. കുറച്ച് അധിക ദൂരം പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം കയറിയിട്ട് സീറ്റ് പിടിച്ചു ഗൈസ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിക്കും തിരക്കും എല്ലാം ആയിട്ട്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ്. ഇത് നമ്മൾ സിറ്റി വിടുന്നതേ ഉള്ളൂ. അതിന് ശേഷം കുറച്ചും കൂടെ ഉള്ളിലോട്ടായിട്ട് പോകാനുണ്ട്. ത്രൂ ഔട്ട് പോകുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇത് വന്നിട്ട് ഗൈസ്, ഈ അവസ്ഥ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഇറങ്ങേണ്ട അടുത്ത് ഇറങ്ങാണ്ട് കുറേ ദൂരം പോയി ഇറങ്ങിയിട്ട് തിരിച്ച് ബസ് കാത്തിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് കോളേജിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ എൻട്രി ആയിട്ടാണ് വരിക. ഇത് ഓരോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ റീച്ചായ ടൈം ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബ്രേക്ക് ടൈം ആയിരുന്നു. അപ്പോൾ എല്ലാവരും കോളേജിൻ്റെ പുറത്തൊക്കെ ആയിട്ട് സ്റ്റുഡൻസൊക്കെ പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു.
എന്നെക്കാട്ടിയും കൂടുതൽ എൻ്റെ കോളേജും പരിസരമൊക്കെ ഇഷ്ടമായത് അവൾക്കായിരുന്നു. അത് ത്രൂ ഔട്ട് വരുമ്പോഴൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല സ്ഥലമാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആവും, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ വയറിനെ സമാധാനപ്പെടുത്തി. അതിന് ശേഷം പിന്നെ കുറച്ച് PGs ഉള്ള ഏരിയാസിലോട്ടൊക്കെ പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.